നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് 2025 ജനുവരി 2 ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകർക്ക് ഇവർ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നേടിയെടുത്ത് വളരെയധികം ഉയർച്ചകളും ഉന്നതികളുമാണ് ഈ 2025 ജനുവരി മാസം കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത്. വളരെയധികം സൗഭാഗ്യ കാലഘട്ടമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത്. ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളും കുടുംബ ഐശ്വര്യങ്ങളും കുടുംബ ചൈതന്യങ്ങളും വർദ്ധിക്കുന്ന സമയമൊക്കെയാണ് ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ഇവർക്ക് ജ്യോതിശാസ്ത്ര പ്രകാരം വളരെയേറെ മികച്ച സമയമാണ് ഇവർക്ക് മുമ്പിൽ പിറക്കുന്നത്. ഈ സമയം ഇവർ സംരംഭങ്ങളിൽ വളരെയധികം വിജയം കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതാണ്. നിയമക്കുരുക്കുകളിൽ അകപ്പെട്ട് നിൽക്കുന്നവർക്ക് ആ നിയമക്കുരുക്കുകളിൽ നിന്ന് മോചനങ്ങളൊക്കെ ലഭിക്കുന്ന സമയമാണ്. ഉറപ്പായും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുരിത ദോഷങ്ങളെല്ലാം അകന്ന് നല്ല രീതിയിലുള്ള ജീവിത വിജയങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതാണ്. എന്തു തന്നെ ആ ഭാഗ്യ നക്ഷത്ര ജാതകർ ആരൊക്കെ എന്നതിനെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബൈശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിലൂടെ അറിയിപ്പിക്കുന്നതാണ്. അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സമർപ്പിക്കുക. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ പോകാൻ കഴിയാത്ത വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഒരു സുഹൃത്തിനെയൊക്കെ ആ കാര്യങ്ങളുമായി പറഞ്ഞു വിടുക. നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിനെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ പറഞ്ഞു വിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ എല്ലാവർക്കും നല്ല രീതിയിലുള്ള മാറ്റങ്ങളും ഉയർച്ചകളും ഉണ്ടാകുന്നതായിരിക്കും. എന്തു തന്നെയാലും 2025 വളരെയേറെ ഭാഗ്യാനുഭവത്താൽ അതിസമ്പന്നമായിട്ടുള്ള കാലഘട്ടം തുറക്കപ്പെടുന്ന ആ അനുഗ്രഹ നക്ഷത്ര ജാതകരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ മകീരം നക്ഷത്ര ജാതകരാണ്. ഇവർ ഏത് ആഗ്രഹിച്ചാലും അല്ലെങ്കിൽ എത്ര വലിയ ആഗ്രഹങ്ങളെയും നേടിയെടുക്കുവാൻ കഴിവുള്ള നക്ഷത്ര ജാതകരാണ്. മകീരം നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ള നിമിഷങ്ങൾ ഇവരുടെ ജീവിതത്തിന് മുമ്പിൽ തുറന്നു കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്കൊരു വാതിൽ അടഞ്ഞു കഴിഞ്ഞാൽ 1000 വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി മലർക്കെ തുറക്കുന്ന സമയങ്ങളാണ്. ചെറിയ തോതിലുള്ള വെല്ലുവിളികൾ ജീവിതത്തിൽ നേരിടുമെങ്കിലും അതിനെയൊക്കെ മനോധൈര്യം കൊണ്ട് നിങ്ങൾക്ക് നേരിട്ട് ജീവിത വിജയം കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും. കടബാധ്യതയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കടബാധ്യത മാറ്റിയെടുക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് കഴിയുന്നതായിരിക്കും. അതുപോലെ തന്നെ ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ, അതായത് ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ ലോട്ടറിയൊക്കെ അടിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ട് അല്ലെങ്കിൽ മുൻപന്തിയിൽ നിൽക്കുന്ന നക്ഷത്ര ജാതകരാണ് മകീരം നക്ഷത്ര ജാതകർ. നിങ്ങൾ കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തൊഴുത്ത് പ്രാർത്ഥിക്കുക. കുടുംബദേവീ ദേവന്മാരുടെ പ്രീതിയൊക്കെ ലഭിക്കുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്ന തടസ്സങ്ങളും പ്രയാസങ്ങളൊക്കെ പൂർണ്ണമായും അകന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധികളും കുടുംബ ഐശ്വര്യങ്ങളൊക്കെ വർദ്ധിക്കുവാൻ കാരണമായി തീരുന്നതായിരിക്കും. അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ്. വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ളൊരു നക്ഷത്ര ജാതകരാണ് തിരുവാതിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ ഭാഗ്യാനുഭവത്തിൽ അതിസമ്പത്തും അതിസൗഭാഗ്യങ്ങളും ജീവിതത്തിൽ തേടി വരുന്ന സമയമാണ്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ നിങ്ങൾ വിദേശത്തേക്കൊക്കെ പോകാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഭാഗ്യദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ലഭിക്കുന്നതായിരിക്കും. വിവാഹം നടക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് അതായത് വിവാഹമൊക്കെ നടക്കാതെ താമസിച്ച് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് വിവാഹം നടക്കുന്ന സമയമൊക്കെയാണ്. അതുപോലെ തന്നെ പ്രണയബന്ധങ്ങൾ വരാനുള്ള സാധ്യതകൾ കാണപ്പെടുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം ജീവിതത്തിൽ കൈവരിക്കുവാനും വളരെയേറെ അനുഗ്രഹമായിട്ടുള്ളൊരു കാലഘട്ടത്തിൽ കൂടിയാണ് ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക. നിങ്ങളുടെ വീടിന് ഏറ്റവും അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് അതിരാവിലെ കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളത് പിന്തുടരുക. കാരണം നമ്മൾ ഈശ്വര കാര്യങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യം കൽപ്പിക്കുന്നതോടുകൂടി തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു ദിവസം ഈശ്വരനെ മുൻനിർത്തി പ്രവർത്തിക്കുക. വളരെയേറെ ഊർജ്ജസ്വലതയോടുകൂടി നിങ്ങൾക്ക് ഒരു ദിവസത്തെ കൈകാര്യം ചെയ്യുവാൻ കഴിയുന്നതാണ്. നമുക്ക് എപ്പോഴും നമ്മുടെ ഊർജ്ജം നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ പരാജയങ്ങൾ നേരിടുന്നത്. ഇതിനെ ചിലർ നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ കൂടുപാത്രങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടിയൊക്കെ നിൽക്കുന്നതായിരിക്കും. ശരിക്കും നിങ്ങളുടെ ഊർജ്ജത്തെ നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അതിരാവിലെ ഉറക്കം എഴുന്നേൽക്കാൻ നിങ്ങൾ ശ്രമിക്കുക. 5 മണിക്ക് മുമ്പായി തന്നെ ഉറക്കം എഴുന്നേറ്റ് വളരെ എനർജറ്റീവായിട്ട് നിങ്ങളുടെ സമയത്തെ വിനിയോഗിക്കുവാൻ തയ്യാറാവുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒത്തിരി ഉയർച്ചകൾ കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ പുണർദം നക്ഷത്ര ജാതകർ വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടൊരു കാലഘട്ടത്തിൽ കൂടിയാണ് പുണർദം നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത്.
നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് നടപ്പിലാക്കുവാൻ കഴിയുന്ന സമയമാണ്. കാരണം നിങ്ങൾ അംഗീകരിക്കപ്പെടുന്ന സമയമാണ് നിങ്ങൾക്ക് പ്രശസ്തി വർദ്ധിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാക്കുകൾ കേൾക്കുവാൻ ഒരുപാട് ആൾക്കാർ നിങ്ങൾക്ക് മുമ്പിൽ വന്നു ചേരുന്ന സമയമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഈ അനുയോജ്യമായിട്ടുള്ള സമയത്തെ നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ ഒത്തിരി ഉയർച്ചകളുണ്ടായിരിക്കുന്നതായിരിക്കും. പുതിയതായിട്ട് സംരംഭങ്ങൾ തുടങ്ങാനോ അല്ലെങ്കിൽ ബിസിനസ് സംരംഭങ്ങളൊക്കെ തുടങ്ങുവാനോ ആഗ്രഹിച്ച് മനസ്സിൽ മോഹങ്ങളുമായിട്ടൊക്കെ നിൽക്കുന്നവർക്ക് ഈ വർഷം വളരെ അനുയോജ്യമായിട്ടുള്ള സമയമാണ്. ബിസിനസ്സിൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാവുന്നതായിരിക്കും എന്ന് വിചാരിച്ച് വളരെയധികം കടങ്ങളൊക്കെ വരുത്തി വെക്കാതിരിക്കുവാനും ശ്രദ്ധിക്കുക. കാരണം നമുക്ക് രാജയോഗ സമയങ്ങളിലായാലും നല്ല സമയങ്ങളിലായാലും ശരി, സാമ്പത്തികം നമ്മളിലേക്ക് വന്നു ചേരുന്നതായിരിക്കും. നിങ്ങൾ പോയി ഒരാളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തടസ്സങ്ങൾ കൂടാതെ നിങ്ങൾക്ക് ആ സമ്പത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കാരണം ആ നല്ല സമയം ചുറ്റുപാടുകൾ മറ്റും നോക്കിയായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾക്ക് കടങ്ങൾ കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ നല്ല സമയമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചുറ്റുപാടും മികച്ചതായിട്ടിരിക്കുന്നു. ആ സമയം നിങ്ങൾക്ക് കടം കിട്ടുന്നതായിരിക്കും. പക്ഷേ നമ്മുടെ ചുറ്റുപാടുകൾ മോശമാകുമ്പോൾ നമുക്ക് ഈ കടങ്ങളെ ബാലൻസ് ചെയ്യുവാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് നിങ്ങളുടെ ജീവിതം എത്തിച്ചേരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ കടങ്ങൾ അധികമായിട്ടൊന്നും മേടിച്ചു കൂട്ടാതിരിക്കുക. നിങ്ങൾ നല്ല അച്ചടക്കത്തോടു കൂടി സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായും വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ പൂയം നക്ഷത്ര ജാതകർ പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുവാൻ വളരെയേറെ അനുയോജ്യമായിട്ടുള്ള സമയമാണ്. പാർട്ട്ണർഷിപ്പുകളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കുള്ള ഉയർച്ചകൾ നിങ്ങൾക്ക് ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നു. നിങ്ങളൊരു കോടീശ്വരനായി തീരുവാനുള്ള ഭാഗ്യയോഗങ്ങൾ പോലും ഈശ്വരൻ്റെ നിമിത്തത്താൽ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക. ഉറപ്പായും നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉറപ്പായും ലഭിക്കുന്നതായിരിക്കും. അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ്. വളരെയേറെ കാര്യശേഷിയുള്ള നക്ഷത്ര ജാതകരാണ് ആയില്യം നക്ഷത്രക്കാർ. ശത്രുവിൻ്റെ മേൽ വളരെയധികം നിശബ്ദനായിട്ടിരിക്കുന്നൊരു നക്ഷത്ര ജാതകരാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബലം മനസ്സിലാക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ എപ്പോഴും നിശബ്ദനായിരിക്കുന്നത്. ഉറപ്പായും നിങ്ങൾക്ക് നിങ്ങളുടെ ശത്രുവിന് മേൽ വളരെയധികം വിജയങ്ങൾ കൈവരിക്കാൻ നിഷ്പ്രയാസം കഴിയുന്നതായിരിക്കും. ഉറപ്പായും 2025 നിങ്ങൾക്ക് വിജയത്തിൻ്റെ ഒരു സമയമാണ്, ഉയർച്ചയുടെ സമയമാണ്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ബന്ധങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നതായിരിക്കും. അധികാര കേന്ദ്രങ്ങളിൽ നല്ല ബന്ധങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. വളരെയേറെ ഉയർച്ചകൾ ഉണ്ടാകുന്നതായിരിക്കും. സമ്പത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല. ഉയർച്ചയുടെ സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്തെ നിങ്ങൾ മികച്ച രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ വളരെയധികം നേട്ടങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങൾക്കുണ്ടാകുന്നതായിരിക്കും. അടുത്തത് ഉത്തരം നക്ഷത്ര ജാതകരാണ്. ഈ നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിലെ സൗഭാഗ്യ കാലഘട്ടമാണ് തുറക്കപ്പെടുന്നത്. സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളും ജീവിതത്തിലെ ഉയർച്ചകളും നിങ്ങൾക്ക് കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും. മുന്നോട്ടുള്ള ജീവിതത്തിൽ വളരെയേറെ സന്തോഷവും സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നതായിരിക്കും. വിവാഹം നടക്കുവാനും സന്താനലബ്ധി ഉണ്ടാകുവാനും അനുകൂലമായിട്ടുള്ള സമയമാണ്. നിങ്ങൾ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക. ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളും ഈശ്വരൻ്റെ ചൈതന്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ഉറപ്പായും പ്രാർത്ഥനയിലൂടെ നമുക്ക് വളരെയേറെ ഐശ്വര്യങ്ങളും സാമ്പത്തിക ഉയർച്ചകളും നമുക്ക് നേടിയെടുക്കുവാനും കഴിയുന്നതായിരിക്കും. കാരണം ഈശ്വര ചൈതന്യത്തിലൂടെ ഉണ്ടാക്കുന്ന സമ്പത്തിന് വളരെയേറെ പവിത്രത ഉണ്ടാകുന്നതായിരിക്കും. നിങ്ങൾക്കതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വളരെയേറെ മുന്നേറുവാനും ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാക്കിയെടുക്കുവാനും കഴിയുന്നതായിരിക്കും. വളരെയേറെ സമ്പന്നമായിട്ടുള്ള ഒരു കാലഘട്ടവുമാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ അടുത്ത അത്തം നക്ഷത്ര ജാതകരാണ്. അത്തം നക്ഷത്ര ജാതകർക്കും തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റി ഒരു സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ കെട്ടിപ്പടുത്തി ഉയർത്തുവാൻ കഴിയുന്ന സമയമാണ്. വിദേശത്തേക്ക് പോകാൻ നിൽക്കുന്നവർക്ക് വളരെയേറെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ധാരാളം സമ്പത്തും ജീവിത വിജയങ്ങളും അംഗീകാരങ്ങളും ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടം. ഉറപ്പായും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. നിങ്ങൾ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക. എല്ലാവിധമായിട്ടുള്ള ചൈതന്യങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലൊക്കെ വഴിപാടുകൾ നേർന്നിട്ടുണ്ടെങ്കിൽ അത് ഈ വർഷം തന്നെ കൊടുത്ത് തീർക്കാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ സാമ്പത്തിക നേട്ടങ്ങളും കൊണ്ടുവരികയും ചില ദുരിതങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ക്ഷേത്രങ്ങളിൽ എന്തെങ്കിലും വഴിപാടൊക്കെ മുടങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ആ ക്ഷേത്രത്തിൽ നമ്മൾ നേർച്ചകൾ നേർന്നിട്ട് ആ കാര്യങ്ങൾ നടത്തി കിട്ടിയിട്ട് നിങ്ങൾ ആ നേർച്ച പൂർത്തീകരിച്ചില്ലെങ്കിൽ ചില രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുക. അടുത്തത് തൃക്കേട്ട നക്ഷത്ര ജാതകരാണ്. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവരും വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ള കാലഘട്ടത്തിൽ കൂടിയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത്. നിങ്ങൾക്ക് നിധിഭാഗ്യങ്ങളും ലോട്ടറി ഭാഗ്യങ്ങളും തേടി വരുന്ന സമയമാണ്. വസ്തുയോഗങ്ങളുണ്ടാകുന്നതാണ്. വാഹനയോഗങ്ങളുണ്ടാകുന്നതാണ്. ജീവിതത്തിൽ വളരെയധികം ഉയർച്ചയും ഉന്നതികളും സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധികളും ധനാഭിവൃദ്ധികളും വന്നു ചേർന്ന് സമ്പന്നമായിട്ടൊരു ഭാവി നിങ്ങൾക്ക് വന്നു ചേരുന്നൊരു കാലഘട്ടമാണ് 2025 ജനുവരി 2 മുതൽ ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ നക്ഷത്ര ജാതകർക്കും വളരെയേറെ സാമ്പത്തിക നേട്ടങ്ങളും ഉയർച്ചകളും ഉണ്ടാകുന്നതായിരിക്കും. എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.